ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനം. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്തൊരു നശിച്ച ജീവിതമായത്, മടുത്തു ഈ ജീവിതം, ഇതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി എത്രയോ തവണയാണ് ദൈവത്തെ വേദനിപ്പിച്ചത്. കാരണം അമ്മയുടെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകിയത് ദൈവമാണ്. എത്രയോ ദമ്പതിമാരൊരു കുഞ്ഞിനെ കിട്ടാൻ സ്വപ്നങ്ങൾ കാണുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് രൂപം നൽകിയത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ചില അനുഗ്രഹിക്കാനുള്ള പദ്ധതികളുണ്ട്. അതിനോട് ചേരുക എന്നത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളി. സുഖസൗകര്യങ്ങളുടെ മധ്യത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ആരും പരാതി പറയാറ് സ്വന്തം ജീവിതത്തെ ഓർത്ത്. എന്നാൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ജീവിതം തകർന്നു പോകുമ്പോഴാണ് മരിക്കണമെന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചു പോവുക. ഏത് പ്രതിസന്ധി നടുവിലും എന്നെ ഈ ഭൂമിയെ കാണാൻ അനുവദിച്ചത് ദൈവമാണ്. മാതാവിൻ്റെ ഉദരത്തിൽ കടന്നു വന്ന് ഭൂമിക്ക് ഒരു മരണത്തെ സമ്മാനിച്ച ഈശോയ്ക്കും വേണമെങ്കിൽ വിധി എഴുതാമായിരുന്നു. ആ മറിയത്തിന് വേണമെങ്കിൽ തൻ്റെ ജീവിതത്തെ ശപിച്ചു കളയാമായിരുന്നു. പക്ഷേ അതെല്ലാം ദൈവ പദ്ധതിയാണ്. അതുകൊണ്ട് ജീവിതത്തെ പരിപൂർണമായി സ്വീകരിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപയേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.